everyone. In the video, this post height is measured simple trigonometry. This is height measured trigonometry, a protractor, simple protractor, a simple measuring tape. We have building height, tower, and first tape measure. പറ്റുന്നില്ല ഒരു സാധാരണ ടേപ്പ് വെച്ചിട്ട് നമുക്ക് മേലേക്കുള്ള ബിൽഡിങ്ങോ സാധനമോ മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് മെഷർ ചെയ്യാൻ പറ്റും? നമുക്ക് നിലത്തേക്കുള്ള ദൂരം മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ ഒരു കല്ല് വെച്ചിട്ട് ഞാൻ വലിച്ചു നീട്ടി നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടും. അതും ഈ ഇൻക്ലിനോമീറ്റർ വെച്ചിട്ട് നമുക്ക് ആംഗിളും കിട്ടിയാൽ ട്രിഗണോമെട്രി വെച്ചിട്ട് ആൻസർ കിട്ടും. ഞാൻ കാണിച്ചുതരാം. നിങ്ങളെല്ലാവരും ഉപയോഗിച്ചൊരു ട്രയാങ്കിൾ വെച്ചിട്ട് സിമ്പിളായിട്ട് കാണിച്ചുതരാം. ഇനി എൻ്റെ ഗോൾ ഏറ്റവും സിമ്പിളായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ ഇൻക്ലിനോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ 45 ഡിഗ്രി വേണം. ആ 45 ഡിഗ്രി കിട്ടിയ ഗുണം എന്താണ്? സിമ്പിളാണ്. ഞാൻ ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് പോസ്റ്റിൻ്റെ ഹൈറ്റിലേക്ക് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം 1:1:2 ഐസോസെലീസ് ട്രയാങ്കിളാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഞാൻ ഇപ്പോൾ നോക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പോസ്റ്റിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ എത്രയാണ്? എനിക്കിപ്പോൾ കാണുന്നു 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും ദൂരം പോകണ്ട, ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് ഞാൻ മുകളിലേക്ക് നോക്കുമ്പം ഏകദേശം 45. ഇവിടുന്ന് ഞാൻ പോസ്റ്റിന് മുകളിലേക്ക് നോക്കുമ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനും ഇവിടേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ അവിടുന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ ഞാനൊന്ന് കൺഫേം ചെയ്യാം. ഞാനിപ്പോൾ ഇതിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് പോസ്റ്റിന് മുകളിൽ കാണാം. ആൻഡ് ഈ ആംഗിൾ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ്? 45 ഡിഗ്രിയാണ്. അതിനർത്ഥം നിലമായിട്ട് ഇത് 45 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 45, 90, 45 ട്രയാങ്കിൾ കിട്ടി. ഇനി ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടേക്കുള്ള മെഷർമെൻറ്റ് എടുത്താൽ എനിക്ക് സെയിം ഹൈറ്റ് കിട്ടും പോസ്റ്റിൻ്റെ. എന്നിട്ട് എൻ്റെ ഈ ഹൈറ്റ് ഒരു 1.5 മീറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് മെഷർ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ സിമ്പിൾ ടേപ്പ് വെച്ചിട്ട് ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് എടുക്കുന്നു. പക്ഷേ ഒരു കറക്ഷനും കൂടി വരുത്താണ്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് 5 മീറ്റർ 20 സെൻറ്റിമീറ്റർ 5.2 മീറ്ററാണ് ഇവിടം വരെയുള്ള ദൂരം. പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെ നിന്നാണ് നോക്കിയത്? ഞാൻ എൻ്റെ കണ്ണിൽ നിന്നാണ് നോക്കിയത്. അപ്പം ഇവിടുന്ന് മുകളിലേക്കുള്ള ഹൈറ്റാണ് 5.2 മീറ്റർ. പക്ഷേ ബാക്കിയുള്ള ഹൈറ്റ് ആരാടിയും നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് ഏകദേശം 1.5 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 5.2 മീറ്റർ മേലേക്കുണ്ട്, പ്ലസ് 1.5 മീറ്റർ കിട്ടിയാൽ നമുക്ക് കിട്ടും 6.7 മീറ്റേഴ്സ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് 6.7 മീറ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ എന്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ. 45 ഡിഗ്രി പിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഹൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആ ദൂരവും നമ്മുടെ ഹൈറ്റും ആഡ് ചെയ്താൽ ആൻസർ കിട്ടി. ഇങ്ങനെ അടിപൊളിയായിട്ട് സയൻസും മാത്സും എല്ലാ സബ്ജക്ട്സും പഠിച്ച് നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ എക്സാമിനർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.